പിന്നെ നല്ലൊരു ഭാര്യ, നല്ല 2 കുഞ്ഞുങ്ങൾ. നമ്മുടെ ഒരു നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് അയാളുടെ സിനിമ മാത്രമല്ല, അയാളുടെ കുടുംബമാണ്. അയാളുടെ വൈഫ് സുജി വളരെ നല്ലൊരു കുട്ടിയാണ്. പിന്നെ കുഞ്ഞുങ്ങൾ അപ്പുവാണെങ്കിലും മായയാണെങ്കിലും. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഒരു നല്ല കുടുംബത്തിൽ അച്ഛൻ വിശ്വനാരങ്ങൾ, അമ്മ ഇവർ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ നമ്മൾ പെഡിഗ്രി എന്ന് പറയും. അങ്ങനെ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു, കുടുംബത്തിൽ വളർന്നു, നല്ല സ്വഭാവം, എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നൊരു മനുഷ്യനാണ് ലാലൻ. ലാലൻ 400 പടത്തോളം അഭിനയിച്ചു കഴിഞ്ഞു. അപ്പം അതിനകത്ത് ഏറ്റവും നല്ല ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ തിരുനോട്ടത്തിലെ കുട്ടപ്പൻ എന്നുള്ള ക്യാരക്ടറാണ്. പക്ഷേ ഇന്ന് വരെ ലാൽ അങ്ങനെ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടില്ല. ഒരു അത് ഒരു കുറച്ച് സീനേ ഉള്ളെങ്കിൽ പോലും ഒരു ഇങ്ങനെ ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്കാരനായിട്ടാണ്, മനസ്സ് വളരാത്ത ഒരു പയ്യൻ്റെ റോളാണ്. എനിക്കൊന്നില്ല ലാൽ ഇന്നുവരെ അങ്ങനെ അഭിനയം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ. ആ ഷോട്ട് എടുത്തത് ആദ്യത്തെ ഷോട്ടായിരുന്നു. ആ ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയി. എനിക്ക് ഏറ്റവും വലിയ സംഭവം വെച്ചാൽ മോഹൻലാലിനെ ഒരു വ്യൂ ഫൈൻഡർ കൊണ്ട് ക്യാമറകൾ ആദ്യമായിട്ട് ലോകത്ത് കാണുന്ന ഞാനാണ്. അതുകൊണ്ടൊരു ഭാഗ്യമാണോ? മോഹൻലാലിൻ്റെ കിരീടം നല്ല ഫിലിമാണ്. അതുപോലെ പ്രിയൻ്റെ പടങ്ങളിലെ ക്യാരക്ടേഴ്സൊക്കെ മനോഹരമായ ക്യാരക്ടേഴ്സ്. അത് ചെയ്യാൻ ആർക്ക് പറ്റും? ചിലപ്പോൾ കിരീടം ചെയ്യാൻ ഒരാൾക്ക് പറ്റിയെന്നിരിക്കും. പക്ഷെ പ്രിയൻ ചെയ്ത പടങ്ങളിലെ ആ ഒരു കോമഡിയും ആ ഡാൻസും ചെയ്യാൻ എനിക്കൊന്നും ആർക്കും പറ്റുമെന്ന്. അങ്ങനെ ചില നല്ല ക്യാരക്ടേഴ്സ് പ്രിയം ചെയ്തിട്ടുണ്ട്. കിരീടം മനോഹര സിനിമയാണ്, നാഷണൽ അവാർഡ് കിട്ടിയാണ്. അതുപോലെ ഫൈസലിൻ്റെ മണിച്ചിത്രത്താഴിലെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സാണ്. അതിലൊക്കെ നല്ല ക്യാരക്ടറുകൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. സത്യം ഞാൻ പറയുകയാണെങ്കിൽ അതിലൊക്കെ എത്രയോ നല്ല ക്യാരക്ടേഴ്സ് ഇനി ലാലിന് വരാൻ കിടപ്പുണ്ട്. നല്ല നല്ല ഡയറക്ടേഴ്സ്, നല്ല നല്ല സ്ക്രിപ്റ്റ് ലാലിന് വേണ്ടി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.